വളരെ ഓസ്പീഷ്യസ് ആയിട്ട് നമ്മുടെ ലൈറ്റ്നിങ് ദ ലാമ്പ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രീ KP മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ് ടിവിയുടെ അടയാളവാക്യം കുടുംബത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി എന്നാണ്. കുടുംബം തീർച്ചയായും ഇവിടെ പ്രശസ്ത നടി പ്രവീണ അടയാളപ്പെടുത്തിയതുപോലെ വീട്ടമ്മയിൽ നിന്നാണ് കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയും നിലനിൽപ്പും ആരംഭിക്കുന്നതും തുടരുന്നതും. നല്ല വീട്, നല്ല നാട്, നല്ല രാജ്യം, നല്ല ലോകം, ആ വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പായി കൂടി തീർച്ചയായും ജയ് ഹിന്ദ് ടിവിയുടെ പ്രവർത്തകരായ ഞങ്ങളെല്ലാവരും ഈ ഒരു പരിപാടിയുടെ കാര്യത്തിൽ ദത്തശ്രദ്ധരാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10 വീട്ടമ്മമാരാണ് ഈ പരിപാടിയിൽ മത്സരിക്കാനും മാറ്റുരക്കാനും മാത്രമല്ല മാതൃകകളായി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. തീർച്ചയായും ഇനി അങ്ങോട്ട് ഈ പരിപാടിയുടെ വിജയം അവരിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അവർ ഏറ്റവും വിജയപ്രദമായി സമൂഹത്തിനും രാഷ്ട്രത്തിനും മാതൃകയാകുന്ന കുടുംബിനികളുടെ സൂചക വ്യക്തിത്വങ്ങളായി ഈ പരിപാടിയിലൂടെ കേരളത്തിൻ്റെ പ്രേക്ഷക മനസ്സുകളിലേക്ക് സംക്രമിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഏതായാലും മാറ്റുരക്കാനും മത്സരിക്കാനും മാതൃകയാകാനും കേരളത്തിൻ്റെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികളുടെയും മനസ്സുകളിലേക്ക് തീർത്ഥയാത്ര ആരംഭിക്കുന്ന ഓരോ കുടുംബിനിക്കും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പ്രേക്ഷകരെ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കാത്തിരിക്കാം മാതൃകകൾക്ക് വേണ്ടി. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു എവറിബഡി. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഗൃഹലക്ഷ്മിയുടെ ഭദ്രദീപം കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഓസ്പീഷ്യസ് ആയിരുന്നു ആ സെറമണി മുഴുവൻ. ഇനി നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അവരുടെ ടാസ്കുകൾ എന്താണെന്നുള്ളത് കാണാം. സോ ലെറ്റ്സ് വെൽക്കം ദ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഓഫ് ഗൃഹലക്ഷ്മി, സരിത ഫ്രം പാൽഘാട്ട്. ഹലോ സരിത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പാലക്കാട് എങ്ങനെ ചൂട് എങ്ങനെ കൂടി വരുവാണോ? ചൂട് കൂടി വരുവാണ്. ഇപ്പൊ എങ്ങനെ അവിടെ പക്ഷെ വലിയ ചൂട് അത്ര ചൂട് കുറവാണ്, മരങ്ങളൊക്കെ കുറെ ഉള്ളതുകൊണ്ട്. ആരാ കൂടെ വന്നിരിക്കുന്നത്? സരിതയുടെ അമ്മ വന്നിട്ടുണ്ട്. അനിയത്തിയുടെ മോളും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി സരിതയുടെ പ്രൊഫൈൽ കം ഡെയിലി റുട്ടീൻ കണ്ടിട്ട് വന്നാലോ? ജഡ്ജസ് റെഡി? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ സരിതാസ് പ്രൊഫൈൽ. എൻ്റെ സ്ഥലം പാലക്കാട് വേലന്താവളമാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനുജത്തി ഒക്കെയാണുള്ളത്. ഞാനിവിടെ കോഴിപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചതൊക്കെ. കോളേജൊക്കെ പാലക്കാടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. മുറച്ചെറുക്കനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അച്ഛൻ്റെ തറവാട്ടിലേക്ക് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ പുതിയൊരു സ്ഥലത്തേക്കാണ് വരണമെന്നൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിലെയും ഈ വീട്ടിലെയും രീതികളൊക്കെ കുറേ ഡിഫറെൻ്റാണ്. എങ്കിലും അതൊക്കെ പഠിച്ചു ഞാനിപ്പോൾ. പിന്നെ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പേര് ഗോകുൽദാസ്. കൃഷിയും ബിസിനസ്സൊക്കെ നോക്കുന്നു. എനിക്കൊരു മോനുണ്ട്, അവൻ 7th പഠിക്കണേ. പിന്നെ ഇവിടെ ഏട്ടൻ്റെ അച്ഛൻ, അമ്മ, 2 അനുജന്മാർ, അവരുടെ ഫാമിലി, പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയച്ഛനുണ്ട്, പിന്നെ എൻ്റെ ചെറിയച്ഛൻ, അവരുടെ ഫാമിലി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നു. പിന്നെ എൻ്റെ പഠിത്തം ബ്രേക്കപ്പ് ആയെങ്കിൽ ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ഇപ്പോൾ MBA കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങണത് എന്ന് വെച്ചാൽ രാവിലെ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറ്റമടിക്കും, കോലമിടും.
ചായ ഉണ്ടാക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. പിന്നെ മോന് ലഞ്ച് ഊണ് കൊണ്ടുപോകണം, അതുകൊണ്ട് ഊണും ഒക്കെ രാവിലെ നേരത്തെ 7 മണിയാകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കും. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ എണീറ്റിട്ടുണ്ടാവും. ഏട്ടനും ചായയൊക്കെ കൊടുക്കുമ്പോഴേക്കും മോൻ കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ടാവും. ഏട്ടൻ പിന്നെ മോനെ സ്കൂളിലേക്ക് വിടാൻ പോകും. സ്കൂൾ വിട്ട് മോനെ വിട്ട് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തിയേറ്ററിലേക്കൊക്കെ ഒന്ന് പോവാറുണ്ട്. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് പെയിൻറ്റിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ പാടത്തേക്കൊക്കെ ഒന്ന് പോകും, ഞാനും ഏട്ടനും കൂടിയിട്ട്. പണിക്കാരുണ്ടാവും ഡെയിലി, അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് നോക്കി വരും. അപ്പോഴേക്കും പിന്നെ മോന് സ്കൂൾ വിട്ട് വരും, അവനെന്തെങ്കിലും വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കും. അത് കഴിയുമ്പോഴേക്കും പിന്നെ വിളക്ക് കൊളുത്താറാവും. വിളക്ക് കൊളുത്തിയിട്ട് ഞാനും മോനും കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ എനിക്കും കുറേ പഠിക്കാനുണ്ടാവും, മോനും ഉണ്ടാവും. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ഞാനും പഠിക്കും. അവനെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയുടെ ഭക്ഷണം കഴിക്കും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട്. പിന്നെ മോനെ ഉറങ്ങാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ കിടന്ന് അവനെ ഉറക്കിയിട്ട് പിന്നെ വീണ്ടും എനിക്ക് കുറച്ച് നേരം കൂടി ഞാൻ ഈ സ്പിരിച്വൽ ബുക്സൊക്കെ കുറേ വായിക്കാറുണ്ട്. അതൊക്കെ വായിച്ച് കുറച്ച് നോട്ട്സൊക്കെ എഴുതും. അത്യാവശ്യം കവിതയൊക്കെ എഴുതും. അതും ദിവസവും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. കുറേ ചെയ്യുമ്പോഴൊക്കെ ഒരെണ്ണമൊക്കെ ശരിയാവുള്ളൂ, അതൊക്കെ ചെയ്യും. ഒരു 11:30 ആകുമ്പോൾ ഉറങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം. ചിലപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഞാൻ ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, അവിടെ ഞാൻ പോവും. അവിടെ കുറേ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചലനശേഷി കുറവായിട്ടും HIV പേഷ്യൻസും അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൽ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരുവിധം നന്നായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ദിവസം ബാങ്കിൽ പോകാനുണ്ടാവും. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും വയ്യെങ്കിൽ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. പിന്നെ മോൻ്റെ സ്കൂളിൽ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. കുതിര, പശുക്കൾ, കോഴി, പട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് മൂപ്പർക്ക്. കൃഷിയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആളിങ്ങനെ റേസിനൊക്കെ പോവും. കുതിര റേസ്, കാളവണ്ടിയുടെ റേസ്, അതിനൊക്കെ ഇഷ്ടമാണ് മൂപ്പർക്ക് പോവാൻ. അതിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതിനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമല്ല, പക്ഷെ പോണതിന് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും എല്ലാവർക്കും. ഏട്ടനാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര തിരക്കൊക്കെയാണ്. എങ്കിലും ഏട്ടൻ്റെ അമ്മയിലും എൻ്റെ അമ്മയാണെങ്കിലും പിന്നെ ഏട്ടനാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ അമ്മയ്ക്ക് പെൺകുട്ടികളില്ല, അതുകൊണ്ട് അവർ എന്നെ സ്വന്തം മോളായിട്ട് തന്നെയാണ് കണക്കാക്കണം. ഭയങ്കര സ്നേഹമാണ് എന്നോട്. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ് അമ്മയും. ഏട്ടനെ പോലെ തന്നെ അമ്മയും സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതും എല്ലാം. പിന്നെ എൻ്റെ ധൈര്യവും സന്തോഷമൊക്കെ എൻ്റെ കുടുംബം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു പ്രൊഫൈൽ തന്നെയായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ താങ്ക് യു. ആ ഒരു സ്ഥലത്തിന്റെ ഒരു സൗന്ദര്യവും അല്ലേ, ആ മൃഗങ്ങളും ആ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ആ ഒരു അവസ്ഥയും
ശരിക്കും വേറെ എവിടെയൊക്കെയോ എത്തിപ്പറ്റിയ പോലെ തോന്നി. അവിടെ തന്നെ വീട്ടിൽ തന്നെ എത്തിയോന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. വളരെ സന്തോഷം തോന്നി കണ്ടപ്പോ. എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. കണ്ടപ്പോ വളരെ നന്നായിട്ട്. ഡെഫിനറ്റ്ലി. അപ്പൊ ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? അപ്പൊ രഞ്ജിനി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഫൈൽ? സരിത അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ഞാൻ ജനിച്ചു വളർന്നത് എല്ലാം സിംഗപ്പൂരിലാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഒരു നാച്ചുറാലിറ്റി ഫീൽ കിട്ടിയ ഒരു സ്ഥലത്തിൽ ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ജാലസ്. ബിക്കോസ് അത്രയ്ക്ക് ഒരു പീസ്ഫുൾ, ഒരു ബ്യൂട്ടിഫുൾ, ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ. ഇപ്പോൾ നമ്മൾ എല്ലാവരും സിറ്റി ലൈഫാണ് നോക്കിക്കൊണ്ട് പോയിരിക്കുക. സോ ഒരുപാട് പേര് ഇവിടെ, എസ്പെഷ്യലി കേരള എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? ശരിക്കും അത് ആ കറക്റ്റ് നെയിമാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ റിസൈഡ് ചെയ്തു, പിന്നെ വിസിറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഏത് രാജ്യത്തിലും ഇല്ല. ഓക്കെ, സോ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം. അതുമാത്രമല്ല, എത്ര ടാസ്ക്കാണ് ചെയ്യുന്ന ഒരു ദിവസത്തിൽ. നിങ്ങളുടെ സിനിമ തിയേറ്റർ ഓണേഴ്സ് അല്ലേ? അതെ. എന്തൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് പടം? ഇപ്പൊ ആദി ഭഗവാൻ, വിശ്വരൂപമായിരുന്നു, കഴിഞ്ഞു. ഇപ്പൊ ആദി ഭഗവാൻ. ഓക്കെ, വളരെ നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ നമുക്ക് അവരെയും ചോദിക്കാം. ഓക്കെ സരിത, നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് പറയാൻ വേണ്ടി പറയും, പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം വെച്ചാൽ എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സരിതയിൽ തനിയൊരു മലയാളി വീട്ടമ്മയുണ്ട്. പക്ഷേ എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തമിഴ് സിനിമയിലെ കുറേ സീൻസ് പോലെ എനിക്ക് തോന്നി. കാരണം നിങ്ങളുടെ ഭർത്താവ് നമ്മുടെ തമിഴ് സിനിമയിലെ ചെറിയൊരു ഹീറോ. രാവിലെ ഇപ്പോൾ കുതിരവണ്ടിയൊക്കെ കൊണ്ടുവന്ന്, അത് കഴിഞ്ഞപ്പോൾ കാളവണ്ടി, അതിനകത്തൊരു ഈ പ്രേമരംഗങ്ങളൊക്കെ എടുക്കും. അതുപോലെ രണ്ടുപേരും കൂടി കയറിപ്പോകുന്നു. എന്ത് പറയുന്നു? ശരിയല്ലേ? എനിക്ക് അതിഭയങ്കരമായിട്ടൊരു സിനിമ ലൈഫ് മാത്രമല്ല, ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ നോക്കുമ്പോൾ ഒരു സിനിമയിൽ നല്ല കുടുംബം എന്നൊക്കെ കാണിക്കില്ലേ തമിഴ് സിനിമയിലൊക്കെ, വലിയ കൗണ്ടർ ഫാമിലി എന്നൊക്കെ പറഞ്ഞു, അതുപോലെ എല്ലാ അംഗങ്ങളുമായിട്ട് നിരന്നിരിക്കുന്നു. കണ്ടപ്പോൾ വളരെയധികം മനസ്സിനൊരു സന്തോഷം. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെ പിള്ളേർ കല്യാണമൊക്കെ കഴിച്ച് അവരുടെ ഭർത്താക്കന്മാരും എല്ലാം കൂടി വരുമ്പോൾ ഇതുപോലെ ഇരിക്കും വലിയൊരു കുടുംബം. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം തോന്നി. പ്ലസ് ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്, എല്ലാവരും ഇന്ന് തിരക്കാം, ഐ ആം ബിസി, എനിക്ക് സമയമില്ലെന്ന് പറയുന്നു. പക്ഷേ ഈ വീട്ടമ്മമാരെ ഞാൻ നോക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ സരിതയ്ക്കാണ്. എല്ലാത്തിനും സമയമുണ്ട് നമ്മൾ വിചാരിച്ചാൽ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സരിത. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഒത്തിരി ടാലൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് സരിത. സരിതയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ കളർഫുൾ ആയിട്ട്, എന്നാൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. പലപ്പോഴും നമുക്ക് ഈ 4 അച്ഛൻ അമ്മ കുട്ടികൾ മാത്രമുള്ള ഒരു ഫാമിലി മെമ്പേഴ്സ് മാറിയിട്ട് ഒരു മെമ്പർ കൂടെ ആവുമ്പോൾ തന്നെ അത് അധികമായിട്ട് തോന്നുന്ന ഒരു സമയം. ഇത്ര പേരുള്ളത് ഒരു വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടാവും. അതെ, ഹാപ്പിയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും, വിഷമമൊക്കെ തോന്നും. നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾ കുറേയൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾ കുറേയല്ല, ഒരുപാട് മാറ്റി വെക്കേണ്ടി വരും. അവരുടെ ഇഷ്ടങ്ങളായിരിക്കും കൂടുതലും നമ്മൾ അവിടെ ഉണ്ടാവുക. മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ചിലപ്പോൾ വിഷമം തോന്നും, ചിലപ്പോൾ തോന്നും നല്ല കാര്യമാണ്, സന്തോഷമേ ഉള്ളൂ. ഒരു നേരം നമ്മൾ അവരാരും ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, അവരൊക്കെ ഒന്ന് വന്നാൽ മതി എന്ന് തോന്നും. അങ്ങനെയാണ്. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്പെഷ്യൽ സ്കൂളിലേക്കാണ് പോകുന്നത് അല്ലേ, സമയം കിട്ടുമ്പോൾ പഠിപ്പിക്കാൻ? അതെ. അപ്പൊ ഇത്രയും ചുമതലകൾ ഉണ്ടായിട്ടും അതിനുവേണ്ടി സമയം കണ്ടെത്തി, അതിനു വേണ്ടിട്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനോടുള്ള പോലെ തന്നെ സൊസൈറ്റിയോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ നമ്മൾ പലപ്പോഴും നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരാണ് ഈ ലോകത്തിന് ശരിക്കും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.